بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമേറെയുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മളേവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ വളരെ ഗൗരവം നിറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ സമ്പത്ത് എന്നത്. ആ സമ്പത്ത് ഏത് രൂപത്തിലാണ് സ്വീകരിക്കേണ്ടത് എന്നും എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്നും കൃത്യമായി നമ്മുടെ ദീന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 23-ാം അധ്യായം അതിൻ്റെ 51-ാമത്തെ വാചകത്തിൽ അല്ലാഹു ദൂതന്മാരോട്, പ്രവാചകന്മാരോട് പറയുന്ന ഒരു വാചകമുണ്ട്. യാ അയ്യുഹർ റുസുൽ, അല്ലയോ ദൂതന്മാരെ, കുലൂ മിന ത്വയ്യിബാത്തി വഅമലു സ്വാലിഹ, നിങ്ങൾ ഭക്ഷിക്കേണ്ടത് വിശിഷ്ട വസ്തുക്കളിൽ നിന്നാണ്, നല്ലതാണ് നിങ്ങൾ കഴിക്കേണ്ടത്. വഅമലു സ്വാലിഹ, തീർച്ചയായും നിങ്ങൾ സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. ഇന്നി ബിമാ തഅമലൂന അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്നവനാകുന്നു എന്നാണ്. അതുപോലെ തന്നെ സത്യവിശ്വാസികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്. വിശ്വാസികളെ, കുലൂ മിന ത്വയ്യിബാത്തി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വസ്തുക്കളിൽ വിശിഷ്ടമായതിനെ നിങ്ങൾ ഭക്ഷിക്കുക. അല്ലാഹുവിന് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ എന്നതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരോടും അതേപോലെ തന്നെ സത്യവിശ്വാസികളോടും കൽപ്പിച്ച കാര്യമാണ് നല്ലത് ഭക്ഷിക്കുക എന്നത്. സ്വാഭാവികമായി നമ്മുടെ സമ്പത്താണ് നമ്മുടെ ഉപജീവന മാർഗം, അതല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം, വസ്ത്രം, മറ്റുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ നിറവേറ്റുന്നത്. ഇതിനധികം നാളെ പരലോകത്ത് സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യം ഉണ്ടാകുമെന്നാണ്. വഅൻ മാലിഹി മിൻ ഐനക്തസബഹു വഫീമ അൻഫഖഹു, എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എവിടെ കൊണ്ടുപോയിട്ടാണ് ചെലവഴിച്ചത് എന്ന ചോദ്യം നാളെ പരലോകത്ത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്തിൽ, പ്രിയപ്പെട്ടവരെ, ഹറാമ് ഒരിക്കലും കലരരുത് എന്ന ഒരു നിർബന്ധ താല്പര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലർന്നുകൂടിയാൽ, അതല്ലെങ്കിൽ അത് കടന്നു വന്നാൽ, ഭക്ഷണമാകട്ടെ, വെള്ളമാകട്ടെ, വസ്ത്രമാകട്ടെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച മാർഗത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടുകയില്ല എന്നത് എത്രയോ തവണ പല ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ട കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സമ്പത്തിന്റെ വിഷയത്തിൽ വരുന്ന വലിയ ഒരു വിപത്താണ് പലിശ എന്നത്. ആ പലിശയുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ചില വശങ്ങളിലൂടെ നമുക്ക് ഇന്ന് ഈ ക്ലാസ് കൊണ്ടുപോകാം. അത് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട, അല്ലെങ്കിൽ ഓർത്തു വെക്കേണ്ട 2 ആയത്തുകളാണ്. ഒന്ന്, 3-ാം അധ്യായം സൂറത്തുൽ ആൽ ഇമ്രാൻ 130, 131 വചനങ്ങൾ. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 278-ാമത്തെ ആയത്ത്. അതിൽ ഒന്നാമത്തെ ഞാൻ പറഞ്ഞ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ്. ലാ തഅകുലുർ റിബ
അദ്ആസൻ മുളാഅഫ. നിങ്ങൾ ഇരട്ടി ഇരട്ടിയായി പലിശ തിന്നാതിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. എന്നിട്ട് തുടർന്ന് പറഞ്ഞത് വത്തഖുല്ലാ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പൊ ലാ തഅകുലു റിബ, നിങ്ങൾ പലിശ തിന്നരുത് എന്നാണ് ഒന്നാമത്തെ കൽപ്പന. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന് പറഞ്ഞു നിർത്തിയില്ല. തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സത്യനിഷേധികൾക്ക് ഒരുക്കപ്പെട്ട നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ആയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വിശ്വാസികളെ തന്നെ വിളിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് വദറു മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ, പലിശ വകയിൽ ബാക്കി കിട്ടാനുള്ളത് നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളോട് പലിശ വെടിയണം എന്ന് വളരെ ഗൗരവത്തിൽ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കുക, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതൊരു വലിയ പാപമായി, വലിയ തെറ്റായി നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ തിന്മയായി ഗണിക്കപ്പെടാത്ത കാര്യമാണ് ഞാൻ ഈ പറയപ്പെട്ട പലിശ എന്നുള്ളത്. വ്യഭിചാരത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നുവോ അതിനേക്കാൾ ഏറെ ഗൗരവത്തിലാണ് നമ്മൾ എന്ത് കാണേണ്ടത്? പലിശയെ കാണേണ്ടത്. മദ്യപാനത്തേക്കാൾ വലിയ തിന്മയാണ് പലിശ എന്ന് പറഞ്ഞാൽ. ഇതിനിടയ്ക്ക് 4-ാം അധ്യായം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ 160, 161 ആയത്തുകളിൽ പറയുന്നുണ്ട്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ പലിശ അത് കഴിക്കുന്ന ആളുകളെ കുറിച്ച്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ വിശദീകരിക്കുന്നത് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ജൂതന്മാരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പലിശയെ നിരോധിച്ചിട്ടുണ്ട് എന്നതാണ്, മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് വരെ. കാരണം എന്താണ്? അവരത് കൈകാര്യം ചെയ്യുകയും അവരത് സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വരെ അത് നിഷിദ്ധമാക്കിയത് എന്ന് നമ്മളെ പഠിപ്പിച്ചു. ഇനി ഒന്നും വേണ്ട, നമ്മളെല്ലാവരും വളരെ ചെറുപ്രായത്തിൽ തന്നെ പഠിക്കുന്ന 7 വൻപാപങ്ങളുണ്ട്. ആ വൻപാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെ എണ്ണിയിട്ടില്ല, വ്യഭിചാരത്തെ എണ്ണിയിട്ടില്ല. എന്നാൽ വൻപാപങ്ങളിൽ വഅക്ലുർ റിബ, പലിശ ഭക്ഷിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. അഥവാ ഷിർക്കിന്റെ കൂടെ, സിഹ്ർ ചെയ്യുന്നതിന്റെ കൂടെ, മനുഷ്യന്മാരെ അന്യായമായി വധിക്കുന്നതിന്റെ കൂടെ, അനാഥകളുടെ സ്വത്ത് ഭക്ഷിക്കുന്നതിന്റെ കൂടെ, യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടലും, അതുപോലെ തന്നെ വിശ്വാസിനികളായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറഞ്ഞു നടക്കലുമായ വിഷയങ്ങളുടെ കൂടെ എണ്ണിയതാണെന്ത്? പലിശ എന്നത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരോധങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ പല രംഗങ്ങളിൽ കാണാൻ സാധിക്കും. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാ അൻ സമനിദ്ദം, രക്തത്തിന്റെ വില നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വസമനിൽ കൽബ്, നായയുടെ വിലയും നമുക്ക് വിരോധിച്ചിട്ടുണ്ട്. വആകിലിർ റിബ വമൂക്കിലിഹി, പലിശ തിന്നുന്നതും തീറ്റിക്കുന്നതും. അപ്പൊ വാങ്ങുന്നത് മാത്രമല്ല കൊടുക്കുന്നതും എന്നാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കും, ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പലിശയില്ലാതെ ജീവിക്കണ്ടേ എന്നതാണ് നമ്മളൊക്കെ ന്യായം പറയാം. സമാധാനത്തോടു കൂടി കഴിയണ്ടേ, സമ്പത്ത് വേണ്ടേ, അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ട, ഒരു വാഹനമാകട്ടെ, അല്ലെങ്കിൽ സ്വർണമാകട്ടെ, വീടാകട്ടെ, സ്ഥലമാകട്ടെ, മക്കളുടെ ജോലിയാകട്ടെ, അവരുടെ പഠനമാകട്ടെ, വിവാഹമാകട്ടെ, ഏത് വിഷയം എടുത്തു നോക്കിയാലും നമ്മൾ പറയാ ജീവിക്കണ്ടേ എന്നതാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരോധം പ്രവാചകൻ വിരോധിച്ച കാര്യമാണ്. എന്നധികം കാല മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയാണ്, കാല ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിട്ടുണ്ട് എന്നാണ്. പ്രവാചകന്റെ ശാപമുണ്ട് ആർക്ക്? ആകില റിബ വമൂക്കിലഹൂന, അഥവാ പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും ശപിച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചു. ഇതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ആകില റിബ വമൂക്കിലഹു വകാതിബഹു വശാഹിദൈഹി വഖാലഹും സവാ, പലിശ തിന്നുന്നവനും തീറ്റിക്കുന്നവനും അത് എഴുതി വെക്കുന്നവനും അത് സാക്ഷി നിൽക്കുന്നവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെയാണ്. ഇന്ന് ചില നാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് പല ബാങ്കിലും ജോലി ചെയ്യുന്നത്, അവിടുത്തെ എഴുത്തുകുത്തുകൾ നടത്തുന്നത്, അതിന് സാക്ഷി നിൽക്കുന്നത്. അതേപോലെ തന്നെ
പല രൂപത്തിൽ ബാങ്കിന്റെ മാനേജ്മെന്റ് അതല്ലെങ്കിൽ അതിന്റെ ഭരണസമിതിയിലൊക്കെ കയറിക്കൂടാൻ വേണ്ടി തെരഞ്ഞെടുപ്പുകൾ വരെ മത്സരിക്കുന്നത് മുസ്ലിം സഹോദരിമാരാണ്, മുസ്ലിം പുരുഷന്മാരാണ്. യഥാർത്ഥത്തിൽ അവരെല്ലാം സമന്മാരാണ്. പലിശ കൊടുക്കുന്നില്ലെങ്കിലും വാങ്ങുന്നില്ലെങ്കിലും അതുമായി ബന്ധപ്പെടുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അവരെല്ലാം ശപിക്കപ്പെട്ടവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ഇനി സഹോദരിമാരെ, നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ ഒരു ഭർത്താവിനെ നമ്മൾ വ്യഭിചാരത്തിന് വേണ്ടി ഒരുക്കി തയ്യാറാക്കിയ മനുഷ്യനെ നമ്മൾ പറഞ്ഞയക്കുമോ? ഒരിക്കലുമില്ല. കാരണം അതിന്റെ ഗൗരവം നമുക്കറിയാം. എന്നാൽ മഹാനായ അബ്ദുല്ലാഹിബ്നു ഹൻദല റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ പറയാണ്, ദിർഹമുർ റിബ, വളരെ ചെറിയ അളവാണ് പറഞ്ഞത്, പലിശയുടെ ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ യഅ്കുലുഹു റജുലു വഹുവ യഅലമു അശദ്ദു മിൻ സിത്തിൻ വസലാസീന സൈന. അഥവാ ഒരു മനുഷ്യൻ ഒരു ദിർഹം ഭക്ഷിക്കുന്ന രൂപത്തിലാണെങ്കിൽ പലിശയുടെ, വഹുവ യഅലമു, അത് അറിഞ്ഞുകൊണ്ടാണ്, എങ്കിലോ അശദ്ദു മിൻ സിത്തിൻ വസലാസീന സൈന എന്നാണ്. അഥവാ 36 വ്യഭിചാരത്തേക്കാൾ കഠിനമായ പാപമാണ്. ഒന്നു രണ്ടല്ല, 36 വ്യഭിചാരങ്ങളെക്കാൾ കഠിനമായ പാപമാണ്. അവിടെ നിർത്തിയില്ല, അതിനേക്കാൾ അശദ് എന്നാണ്, അതിനേക്കാൾ കഠിനമാണ് പലിശയുടെ ഒരു രൂപ എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വ്യഭിചാരം എത്ര മോശമാണോ അതിനേക്കാൾ നീചമാണ് പ്രിയപ്പെട്ടവരെ ഈ പലിശ എന്ന് പറയുന്നത്. ഇനി ചിന്തിച്ചോക്കെ, ആ വ്യഭിചാരത്തിൽ തന്നെ തന്റെ മാതാവുമായി വ്യഭിചരിക്കാം. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്കോ വിശദീകരണത്തിലേക്കോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിലേക്കുള്ള ചിന്ത പോലും ഒരു വിശ്വാസിക്ക് ഉണ്ടാവില്ല. ആ ചിന്തിക്കുന്നത് പോലും ആലോചിക്കാൻ കഴിയില്ല. പ്രവാചകൻ പറയുന്ന പലിശ എന്ന് പറഞ്ഞാൽ അതിന് 70ഓളം വരുന്ന വാതിലുകളുണ്ട്. അതിനാഹ, അതിൽ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ കല്ലദീ യഖഉ അലാ ഉമ്മിഹി, തന്റെ ഉമ്മയെ മാതാവുമായി ശാരീരിക ബന്ധം നടത്തുന്നത് ശയിക്കുന്നതിന് പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ സഹോദരിമാരെ, നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മെ സംബന്ധിച്ചിടത്തോളം പലിശ അത് ചെറുതല്ലേ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ്, അത് 1% ഉള്ളൂ, 2% ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ വാഹനം വാങ്ങിയെടുക്കുമ്പോൾ, ലോൺ എടുക്കുന്ന സമയത്ത്, വീടിന് നമ്മൾ പറമ്പ് കച്ചവടം നടത്തുന്ന സമയങ്ങളിൽ ആളുകളിൽ നിന്ന് പല രൂപത്തിൽ, തമിഴ്നാട്ടിൽ നിന്നോ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ അറിയുന്നവരിൽ നിന്നോ വട്ടിപ്പലിശക്കാരിൽ നിന്നോ ഒക്കെ വാങ്ങിച്ചെടുക്കുന്നതിന്റെ ഗൗരവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര വിശദീകരിച്ചിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലിശയെ നിഷിദ്ധമായി കാണാനും അതിനെ വെറുക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നോക്കേ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം പ്രഖ്യാപിച്ചൊരു വിഭാഗം, അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം പ്രഖ്യാപിച്ചൊരു വിഭാഗം അതാരാണ് എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയാൻ, അള്ളാഹുവിന്റെ ഗ്രന്ഥം ഞാൻ പരിശോധിച്ചു, അതുപോലെ തന്നെ പ്രവാചകന്റെ സുന്നത്തും ഞാൻ പരിശോധിച്ചു, എന്നിട്ട് പലിശ ഭുജിക്കുന്നതിനേക്കാൾ നികൃഷ്ടമായ നീചകരമായ മറ്റൊന്നും അള്ളാഹുവിന്റെ കലാമിലോ പ്രവാചകന്റെ ഹദീസിലോ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്ത് എന്ന് അദ്ദേഹം പറയുന്നതെന്ന് അറിയോ? ഈ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിൽ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ്. ഏതാണ് ആയത്ത്? 2-ാം അധ്യായം 279 ആയത്താണ്. എന്താ പറയുന്നത് അറിയോ? ഫഇല്ലം തഫ്അലു വഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, അഥവാ നിങ്ങൾ പലിശ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെ പക്ഷത്തു നിന്ന് നിങ്ങൾക്കെതിരെയുള്ള സമരപ്രഖ്യാപനം, ബിഹർബിൻ മിനല്ലാഹ്, സമരപ്രഖ്യാപനത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്നതാണ്. എന്നിട്ട് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ സഹോദരിമാരെ, നമ്മൾ ചിന്തിച്ചു നോക്കേ, അള്ളാഹും അവന്റെ റസൂലും ഒരു സമര പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്, യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരോട്? പലിശ ഒഴിവാക്കാത്തവരോട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഹജ്ജത്തുൽ വദാഇൽ വെച്ചിട്ട് അവസാനത്തെ പ്രസംഗത്തിൽ നടത്തിയത്, അറിയുക, അല ഇന്ന ലികുല്ലി റിബ, തീർച്ചയായും എല്ലാ പലിശകളും നിങ്ങൾക്ക് എന്താക്കിയിരിക്കുന്നു? ഒഴിവാക്കി തന്നിരിക്കുന്നു എന്നതാണ്. ഇനി നിങ്ങൾ പരസ്പരം ഒരിക്കലും അന്യായം ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്താണോ മൂലധനം അത് മാത്രം നിങ്ങൾ കൈപ്പറ്റുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പ്രഖ്യാപനം നടത്തുകയുണ്ടായി.
അതേപോലെ തന്നെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഖുർആനിൽ ഏറ്റവും അവസാനമായി അവതരിക്കപ്പെട്ട ആയത്തുകളിൽ പലിശയുടെ ആയത്തുകളാണ്. എന്നാൽ പലിശയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയിട്ടുണ്ട് തന്നെ പലിശയെയും, അദ്ദേഹം പറയാൻ, പലിശയെയും പലിശയാണ് എന്ന് കരുതുന്ന കാര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ്. പലിശയെ മാത്രമല്ല, അതിലേക്കുള്ള മാർഗങ്ങൾ, അതിലേക്കാണ് എന്ന് നമുക്ക് സൂചന തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കണമെന്നതാണ് ആണെങ്കിൽ പോകുന്നത് ഒരു പ്രവചനമാണ്. കാണിക്കുന്നത് ഇല്ലാക്കാന അള്ളാഹു സുബ്ഹാനഹു വ തആല പലിശയെ നിങ്ങൾക്ക് ക്ഷയിപ്പിക്കുന്നതാണ്, ഇല്ലായ്മയാക്കുന്നതാണ്. അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തളർത്തിക്കളയുന്നതാണ്. വയുർബി സ്വദഖാത്ത്, എന്നാൽ ദാനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പലിശ എന്നത് നമുക്ക് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മാർഗത്തിലും അനുവദിച്ച് തന്നിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ സ്വാഭാവികമായി നമ്മുടെ നാടുകളിൽ കടവുമായി ബന്ധപ്പെട്ട പലിശകൾ വരാറുണ്ട്, അല്ലെ? വല്ല സാധനവും അവധി വെച്ച് ഒരു സംഖ്യക്ക് വിൽക്കുന്നു. അത് വാങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ അവധിക്ക് തീർക്കാത്ത പക്ഷം വീണ്ടും ആ അവധി നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് വലിയ സംഖ്യ വർധനവ് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരികയാണ്. അങ്ങനെ അവധി നീട്ടിക്കിട്ടുകയും കൊടുക്കാതെ വരികയും ചെയ്യുമ്പോൾ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ പലിശ കടന്നു വരാറുണ്ട്. അതേപോലെ തന്നെ ഇത്ര കാലത്തേക്ക് ഇന്ന തോതിൽ ആദായം കൂട്ടിത്തരണം എന്ന നിശ്ചയത്തോടെ കടം കൊടുക്കുക. ഇത്ര കാലത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന തോതിൽ കൂട്ടിത്തരണം എന്ന് പറയാ. അതുപോലെ തന്നെ കടത്തിന് ഒരു നിശ്ചിത അവധി വെക്കുക. അതിപ്പോ 20-ാം തീയതിയാണ് തരേണ്ടത് എന്ന് പറയാൻ, അന്ന് ഇത്ര സംഖ്യ കൂട്ടിത്തരണം എന്ന് നിശ്ചയിക്കുക. അപ്പൊ ഉദാഹരണത്തിന് ഒരാൾ 100 രൂപ കൊടുക്കുകയാണ്. ആ 100 രൂപ കൊടുക്കുമ്പോൾ അവൻ പറയാണ്, എനിക്കൊരു 6 മാസം കഴിഞ്ഞിട്ടല്ലേ നീ തരുന്നത്. ആ 6 മാസം കഴിഞ്ഞ് തരുമ്പോൾ അന്നേയും പിന്നെ മൂല്യമൊക്കെ കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് 100 രൂപ തന്നാൽ പോരാ, ഒരു 150 തരണം. ഉദാഹരണം ചെറുത് പറയാൻ, ഒരു 150 രൂപ തരണം, അത് ഞാൻ എന്നോട് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അതാണ് കരാറ് എന്ന് പറയൽ തന്നെയാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ പലിശ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ സമുറ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ മദീനയിൽ എത്തിയപ്പോ അബ്ദുല്ലാഹിബ്നു സലാമിനെ കാണാനിടയായി. അങ്ങനെ അദ്ദേഹം എന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, എന്താ പറയുന്നറിയോ, താങ്കൾ ഇപ്പോൾ ഇതാ താമസിക്കുന്നത് കാല ഇന്നക ബി അർളിൻ റിബാ ബിഹാ ഫാഷിൻ, അഥവാ പലിശ വ്യാപിച്ചൊരു നാട്ടിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് താങ്കൾ വല്ല വ്യക്തിയിൽ നിന്ന് വല്ല കടവും കിട്ടാനുണ്ടെങ്കിൽ നിനക്കൊരു ചുമട് വൈക്കോലോ അല്ലെങ്കിൽ ഒരു ചുമട് ബാർലിയോ അല്ലെങ്കിൽ കുറച്ച് കാലിത്തീറ്റയോ സമ്മാനിക്കുന്നെങ്കിൽ അത് താങ്കൾ ഒരിക്കലും വാങ്ങിക്കരുത്. കാരണം എന്താണ്? ഫഇന്നഹു റിബ, അത് പലിശയാണ്. അഥവാ പലിശ വ്യാപിച്ച നാട്ടിലാണ്. നിങ്ങൾ കടം കൊടുത്താൽ അവരെന്ത് ചെയ്യും? കടത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകും. കടത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകും. അത് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് പലിശയാണ് എന്ന് മഹാനായ സമുറ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങൾ, നമ്മൾ ചിന്തിച്ചു നോക്കി, കുല്ലു ഖർദിൻ ജർറ മൻഫഅതൻ ഫഹുവ റിബ എന്നാണ്. ആരെങ്കിലും കടം കൊടുക്കുമ്പോൾ കടത്തിലൂടെ വല്ല ഉപകാരവും പ്രതീക്ഷിച്ചാൽ അത് തന്നെ പലിശയായി തീർന്നു. ഞാൻ കടം കൊടുക്കുന്നത് ആ മനുഷ്യനെ സഹായിക്കാനാണ്, ശരി, ആ സഹായത്തിലൂടെ എനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടണം എന്ന്, ഒരു മൻഫഅത്ത്, ഒരു ഉപകാരം എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ചാൽ അതിന്റെ പേരാണ് പലിശ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി സ്വാഭാവികമായും സ്ത്രീകൾ എന്ന നിലക്ക് നമ്മൾ സ്വർണം വിൽക്കുന്ന ആളുകളാണ്, അത് കച്ചവടം ചെയ്യുന്ന ആളുകളാണ്, അത് മാറ്റി കൊടുക്കുന്ന ആളുകളാണ്. ഇവിടെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്ന വലിയൊരു അബദ്ധവും അതേപോലെ തന്നെ വലിയൊരു തെറ്റും അല്ലെങ്കിൽ പലിശയുടെ ഒരു വിഷയവും അവിടെ കടന്നു വരുന്നുണ്ട്. അവിടെ മഹാനായ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞു, അദ്ദഹബു ബിദ്ദഹബ്, സ്വർണത്തിനു പകരം സ്വർണം, വൽ ഫിദ്ദത്തു ബിൽ ഫിദ്ദ, അതേപോലെ തന്നെ വെള്ളിക്ക് പകരം വെള്ളിയാണ്.
വൽ ബുർറു ബിൽ ബുരി, അഥവാ ഗോതമ്പിന് പകരം ഗോതമ്പാണ് കൊടുക്കേണ്ടത്. അങ്ങനെ തുടർന്ന് ബാർലിക്ക് പകരം ബാർലി എന്നും കാരക്കക്ക് പകരം കാരക്ക എന്നും ഉപ്പിന് പകരം ഉപ്പ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു, മിസിലം ബി മിസിൽ, പകരത്തിന് പകരം കൊടുക്കണം. യദം ബി യദ്, നിങ്ങൾ അപ്പോൾ തന്നെ കൈമാറ്റം ചെയ്യണം. ഫമൻ സാദ, ആരെങ്കിലും കൂടുതൽ ആവശ്യപ്പെടുന്നെങ്കിൽ, എന്താണ് വാചകം? ആരെങ്കിലും കൂടുതൽ ആവശ്യപ്പെടുന്നെങ്കിൽ, അങ്ങനെയാണ് അവൻ ചോദിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ വാങ്ങുന്നതെങ്കിൽ ഫഖദ് അർബാ, അതെന്താണ്? അത് പലിശയാണ് എന്നതാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഒരു പഴയ 5 പവൻ സ്വർണമുണ്ട് എന്ന് വിചാരിക്കാം. 5 പവൻ സ്വർണം പഴയതുണ്ട്. നമ്മൾ അത് ജ്വല്ലറിയിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യുകയാണ്. നമുക്ക് പുതിയ സ്വർണം എടുക്കേണ്ടതുണ്ട്. നമ്മൾ സ്വാഭാവികമായി നമ്മുടെ നാടുകളിൽ നടക്കുന്നതാണല്ലോ. അപ്പൊ 5 പവൻ പഴയ സ്വർണം കൊടുത്താൽ എന്തായാലും പുതിയ 5 പവൻ സ്വർണം തിരിച്ചു കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ എന്താ അതിന് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്? അത് കൊടുത്തിട്ട് അതിന് എത്രയാണോ പുതിയത് കിട്ടുക അത് വാങ്ങിപ്പോരലാണ്. യഥാർത്ഥത്തിൽ അത് പാടില്ല, അത് പലിശയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. കാരണം സ്വർണത്തിനു പകരം സ്വർണം, അഥവാ സ്വർണവും വെള്ളിയുമെല്ലാം നാണയത്തിന്റെ രൂപത്തിലാണ് കണക്കാക്കിയിട്ടുള്ളത്. ഒരു 100 രൂപ ഒരാൾ കൊടുത്താൽ 100 രൂപയാണ് തിരിച്ചു വാങ്ങേണ്ടത്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടില് ലോക്ക്ഡൌൺ വന്ന് പിന്നെ അതിന്റെ മുന്നേ പിന്നെ നമ്മുടെ ഈ സാമ്പത്തികമായ ഒരു പ്രയാസം വന്നല്ലോ, അഥവാ കറൻസി മാറ്റിയല്ലോ. അപ്പൊ 2000 രൂപയുടെ നോട്ടുകൾ ഇറങ്ങി, അല്ലെ? 2000 രൂപയുടെ നോട്ടുകൾ ഇറങ്ങിയപ്പോൾ ആരുടെ കയ്യിലും ചില്ലറ കിട്ടാനില്ല. അപ്പൊ എന്താണ്ടായത്? ചില ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ 2000 നോട്ട് ഇങ്ങോട്ട് നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് നൽകാം? 1900 രൂപ നൽകാം, അല്ലെങ്കിൽ 1800 രൂപ, 200 രൂപ പിടിച്ചിട്ട് ഞാൻ നൽകാം, ചില്ലറ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ നൽകുക എന്നാണ്. അത് പലിശയാണ്. കാരണം എന്താ? പൈസ സമം പൈസയാണ്, നാണയങ്ങൾ സമം നാണയമാണ്, 100-ന് 100ആണ്. റേഞ്ച് പോയിട്ടുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അപ്പോ പറഞ്ഞതെന്ന് വെച്ചാല്, ഓരോ വസ്തുക്കൾ നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ, ഇപ്പൊ പ്രത്യേകം പറഞ്ഞ വസ്തുക്കളാണ് സ്വർണം, അതേപോലെ തന്നെ വെള്ളി, കറൻസികള്, അതുപോലെ തന്നെ കാരക്ക, ഗോതമ്പ്, അതുപോലെ തന്നെ ഉപ്പ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അരി, ഒരാള് അരി കൊടുക്കാൻ ഒരു 5 കിലോ അരി ഒരാൾക്ക് കൊടുത്തു. ആ 5 കിലോ അരി തന്നെയാണ് അയാൾ എന്ത് ചെയ്യേണ്ടത്? ആ മനുഷ്യൻ തിരിച്ചു വാങ്ങേണ്ടത്. അതിൽ കൂടുതലോ കുറവോ വാങ്ങാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അപ്പോ പകരത്തിന് പകരമാണ് കച്ചവടം നടക്കേണ്ടത്. എന്നാൽ വസ്തുക്കൾ മാറാൻ, ഒരാൾ സ്വർണം കൊടുത്തു, ആ സ്വർണത്തിന്റെ തൂക്കത്തിന് പൈസ കിട്ടുമോ എന്ന് വെച്ചാൽ പൈസ തൂക്കം അല്ല. അതേപോലെ തന്നെ ഒരാള് ഉപ്പ് വാങ്ങി, ആ ഉപ്പിന് അനുസരിച്ചാണോ നമ്മൾ പൈസ കൊടുക്കാറുള്ളത്? ഉപ്പിന്റെ തൂക്കത്തിനല്ല നമ്മൾ പൈസ കൊടുക്കുക. ഉപ്പുമായി കച്ചവടം ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ഗോതമ്പുമായി കച്ചവടം ചെയ്യുമ്പോൾ, അരിയുമായി കച്ചവടം ചെയ്യുമ്പോൾ, സ്വർണവുമായി കച്ചവടം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പകരത്തിനു പകരവും, അതുപോലെ തന്നെ ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യദം ബി യദ് എന്നാണ്. അഥവാ ആ സമയം ഓൺ ദ സ്പോട്ടിൽ തന്നെ നടക്കേണ്ടതുണ്ട്. ഇന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് നാളെ ഞാൻ വന്ന് വാങ്ങിക്കോളാം എന്നതല്ല. സ്വർണം അത് കടത്തിന് വാങ്ങാനുള്ളതല്ല. സ്വാഭാവികമായി നമ്മുടെ നാടുകളിൽ കല്യാണം നടക്കുമ്പോൾ എന്താണ് ഉണ്ടാകുക? നമ്മൾ ജ്വല്ലറിയിൽ ചെന്ന് പോയിട്ട് അവർ പറയും, ഒരു 6 മാസം കൊണ്ട് തീർക്കാം, ഒരു 10 മാസം കൊണ്ട് തീർക്കാം, അല്ലെങ്കിൽ ഇതൊരു 3 മാസം കൊണ്ട് തീർക്കാം, ഇന്നെ ഞങ്ങളുടെ വസ്തുക്കൾ ഇവിടെ വെച്ചോളൂ, ഞങ്ങളുടെ വിശ്വാസത്തിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മുതലുകൾ അവിടെ, മൂലധനം അവിടെ വെച്ചിട്ട് അങ്ങനെ മേടിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ സ്വർണം മേടിക്കുമ്പോൾ പോലും
അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് ആ ഓൺ ദ സ്പോട്ടിൽ അപ്പോൾ തന്നെ കൈമാറ്റം നടക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുല്യത്തിന് തുല്യമല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്വർണം ഒരിക്കലും കൊടുത്തു പോകരുത് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി അതിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ പ്രവാചകനെ കുറച്ച് കാരക്ക ബിലാൽ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു ഇത് എവിടുന്നാണ്? അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, എന്റെ കയ്യിൽ മോശം കാരക്ക ഉണ്ടായിരുന്നു. അത് രണ്ട് സ്വാ കാരക്ക മോശം കാരക്കയാണ്, അത് എന്റെ കയ്യിലുണ്ടായിരുന്നു. ആ 2 സ്വാ മോശം കാരക്ക ഞാൻ കൊടുത്തിട്ട് ഒരു സ്വാ, അപ്പൊ അളവ് കുറഞ്ഞു, അതിന്റെ പകുതി എന്ത് ചെയ്തു? നല്ല കാരക്ക ഞാൻ വാങ്ങി എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പ്രവാചകൻ പറയാണ്, അത് പലിശയാൻ, ലാ തഫ്അൽ, താങ്കൾ അങ്ങനെ ചെയ്യരുത്. ഇത് മോശം കാരക്ക കൊടുത്ത് അതിനേക്കാൾ കുറവ് നല്ല കാരക്കയാണ് വാങ്ങിയത്. നമ്മുടെ കണ്ണിൽ എന്താ? മോശം കാരക്കയാണ് പോയത്, നല്ല കാരക്ക എന്തായാലും കുറച്ചല്ലേ കിട്ടുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, അതുവരെ പലിശയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പറയണത്, നിങ്ങൾ ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്റെ കാരക്ക നീ വിൽക്കണം, നിന്റെ കാരക്ക നീ വിറ്റിട്ട് അതുകൊണ്ട് കിട്ടുന്നത് വാങ്ങുക എന്നാണ്. ആഖറ സുമ്മശ്തരി ബിഹി, അതുകൊണ്ട് കിട്ടുന്നത് താങ്കൾ വാങ്ങുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്വർണം യഥാർത്ഥത്തിൽ ആ കച്ചവടം ചെയ്യുന്ന സമയങ്ങളിൽ, വിൽക്കുന്ന സമയങ്ങളിൽ, വാങ്ങുന്ന സമയങ്ങളിൽ, മാറ്റിയെടുക്കുന്ന സമയങ്ങളിൽ, പൊട്ടിയത് നേരാക്കുന്ന സമയങ്ങളിൽ ഒക്കെ പലിശ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് സ്വാഭാവികമായി എല്ലാവരും ചെയ്യുന്നതാണ്, അതിപ്പോ ആരാ ചെയ്യാത്തത്, അതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, യാതൊരു കാര്യമില്ല. നമ്മുടെ പരലോകം പ്രശ്നമാണെങ്കിൽ നമ്മൾ സാമ്പത്തികമായ ഇടപാടുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ എന്ത് എന്ന് പഠിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ എന്നതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കുക, പലിശ തിന്നുന്ന ആളുകൾക്ക് ഖബർ ജീവിതം പ്രയാസമായി തീരുമെന്നതാണ്. നിന്ദ്യമായ ശിക്ഷകൾ അവർക്ക് കിട്ടുമെന്നതാണ്. മഹാനായ സമുറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, റഅയ്തു ലൈലത റജുലൈനി ആതാനി, ഈ ഒരു രാത്രി 2 മനുഷ്യന്മാർ എന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. ഫഅഖ്റജാനി, അവർ രണ്ടുപേരും എന്നെ കൊണ്ടുപോവുകയാണ്. ഇല അർദിൻ മുഖദ്ദസ, ഒരു ശുദ്ധമായ അല്ലെങ്കിൽ ഒരു വിശുദ്ധമായ താഴ്വരയിലേക്ക്, ഒരു സ്ഥലത്തേക്ക് അവർ എന്നെ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ മുന്നോട്ട് നോക്കിയപ്പോ അവിടെ രക്തമൊഴുകുന്ന ഒരു പുഴ എന്റെ അടുക്കലെത്തി. രക്തമൊഴുകുന്ന അല നഹ്രിൻ മിൻ ദമിൻ ഫീഹി റജുലുൻ ഖായിമുൻ, രക്തമൊഴുകുന്ന ഒരു പുഴ ഞാൻ കണ്ടു. അതിന്റെ അരികിൽ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന്റെ കരയിൽ മറ്റൊരാൾ എന്ത് ചെയ്യുന്നുണ്ട്? കയ്യിൽ വലിയ കല്ലുമായിട്ടും നിൽക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ നടുവിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു ആ പുഴയിൽ, അതിന്റെ കരയിൽ ഒരു മനുഷ്യൻ കല്ലുമായിട്ട് നിൽക്കുകയാണ്. ആ പുഴയിലുള്ള വ്യക്തി നീന്തിയിട്ട് അണയാൻ വേണ്ടി നോക്കുന്ന സമയങ്ങളെല്ലാം ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് പുറത്ത് കടക്കാൻ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആ വ്യക്തി അയാളുടെ വായിലേക്ക്, ആ കരയിലുള്ള വ്യക്തി കല്ലെടുത്തെറിയാൻ, മുഖത്തേക്ക് കല്ലെടുത്തെറിയാൻ. അങ്ങനെ ആ മനുഷ്യൻ വീണ്ടും മുന്നേ എവിടെയാണോ നിന്നിരുന്നത് ആ ഭാഗത്തേക്ക് തന്നെ ആ മനുഷ്യൻ തിരിച്ചെത്തുന്നു. എങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോ, ആരാണ് ഇയാൾ എന്ന് ചോദിച്ചപ്പോ പറയപ്പെടുകയാണ് എന്ത്? ആ മനുഷ്യന്റെ പ്രത്യേകത അതാ, അല്ലദീ റഅയ്തഹു ഫിന്നഹരി ആകിലുർ റിബ, ഈ ശിക്ഷ അനുഭവിക്കുന്നത് അഥവാ രക്തത്തിന്റെ പുഴയിൽ കരകയറാൻ കഴിയാതെ കല്ലുകൊണ്ടുള്ള ഏറ് കിട്ടിയിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആ മനുഷ്യന്റെ അവസ്ഥ, അല്ലെങ്കിൽ അവൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആകിലുർ റിബ, പലിശ തിന്നുന്നവനായിരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, പരലോകത്ത് അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പലിശ തിന്നുന്നവൻ, പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയാണ് നാളെ പരലോകത്ത് വരിക എന്നതാണ്. അഥവാ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പിശാച് ബാധ എഴുന്നേറ്റവനെ പോലെ വിഷമാവസ്ഥയിൽ നിരങ്ങിയും അതുപോലെ തന്നെ വീണും മറിഞ്ഞുമാണ് അവൻ നാളെ പരലോകത്തേക്ക് കടന്നു വരിക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ പലിശ എന്നത് ജീവിതത്തിന്റെ ഒരു രംഗത്തും നമുക്ക് പാടില്ലാത്തതാണ്. ഇന്നിപ്പോ നമ്മൾ സാധാരണഗതിയിൽ പുരുഷന്മാര് അവരുടെ കടയിൽ എന്തെങ്കിലും ഒരു സ്റ്റോക്ക് ഇറക്കാൻ, അല്ലെങ്കിൽ മകളുടെ പഠനത്തിന്, ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പണം ചോദിച്ചാൽ നമ്മൾ പറയും സ്വർണ്ണമുണ്ട് കൊണ്ടുപോയി വെച്ചോളൂ എന്നതാണ്, അല്ലെ? എന്താ സ്വർണം കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞാൽ അത് ലോണാണ്.
അത് കൊണ്ടുപോയി വെച്ചാൽ ലോൺ എടുക്കുന്നു, എന്നിട്ട് മാസാമാസം അത് തിരിച്ചടക്കുന്നു. എന്നിട്ട് നമുക്ക് സാമ്പത്തികമായി നല്ല അവസ്ഥ വന്നാൽ ആ സ്വർണം തിരിച്ചെടുക്കാൻ പറ്റില്ല, വിറ്റാൽ അങ്ങോട്ട് പോകും എന്നാണ് നമ്മുടെ ന്യായം. യഥാർത്ഥത്തിൽ വിറ്റാൽ പോകും, ശരി. പക്ഷേ യഥാർത്ഥത്തിൽ ലോൺ എടുത്താൽ കിട്ടും എന്ത്? അള്ളാന്റെ ശിക്ഷ കിട്ടും. നമ്മൾ ചിന്തിച്ചാൽ മതി. വിൽക്കലാണോ അതല്ല അത് പണയം വെക്കലാണോ നല്ലത്? ഒരു വിശ്വാസിനെ എന്താ ശ്രദ്ധിക്കുക? പരലോകമാണ് ശ്രദ്ധിക്കുക, ഇവിടത്തെ കിട്ടലല്ല. പരലോകത്ത് പ്രിയമുള്ളവരെ, ഈ ലോണിലൂടെ ഭർത്താവിനെ കൊണ്ട് ഈ തെറ്റ് ചെയ്യിപ്പിച്ച് അതിന് ഞാനും കൂട്ടുനിന്ന് അവസാനം പരലോകത്ത് എനിക്ക് ശിക്ഷ കിട്ടും. ആ ശിക്ഷയാണോ വലുത്, അതല്ല ഇവിടുത്തെ സ്വർണമാണോ വലുത് എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഭർത്താക്കന്മാരെ കൊണ്ട് സ്വർണം പണയം വെപ്പിക്കലല്ല ഒരു പെണ്ണിന്റെ ഈമാൻ. മറിച്ച് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അത് ഊരിക്കൊടുക്കലാണ്. ഇതിനകത്ത് എല്ലാവരും ഊരി കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞ അർത്ഥം. അത്യാവശ്യങ്ങൾക്ക് പലതും നമ്മൾ ചെയ്യാറുണ്ട്. ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരിക്കലും അത് 1% 2% അല്ലെങ്കിൽ 0.5% ഉള്ളൂ. നിങ്ങൾ അടച്ചാല് അതൊന്നും പ്രശ്നമല്ല, അതൊന്നും പിന്നെ വളരെ ചുരുങ്ങിയതാണ്, അതൊന്നും കണക്കിൽപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായങ്ങൾ പറഞ്ഞാലും അതൊരിക്കലും ശരിയല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും ചില ആളുകൾക്ക്. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. ആരാണ് അവർ? അവർ വ്യഭിചാരം, അല്ലെ? പ്രവാചകൻ പറയും, ഇദാ ലഹറ സിന, നിങ്ങൾക്ക് വ്യഭിചാരം പ്രകടനമാകുന്നു, വരിബാ ഫീ ഖറിയ, പ്രകടമായി ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, പിന്നെ പലിശയും പ്രകടമാകുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നിങ്ങൾക്ക് വന്നിറങ്ങുമെന്നതാണ്. യഅതി അലന്നാസി സമാനുൻ, ഒരു കാലഘട്ടം കടന്നു വരാനുണ്ട്. യഅകുലൂന റിബ, അന്ന് മനുഷ്യർ പിന്നെ പലിശ തിന്നുന്നവരാണ്. ഫമല്ലം യഅകുലഹു അസ്വാബഹു മിൻ ഗുബാരിഹി എന്നാണ്. അഥവാ പലിശയുടെ ഒരു പൊടിപടലം അവർക്ക് ഭക്ഷിക്കാതിരിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ അതിന്റെ പൊടിപടലങ്ങൾ അവരെ സ്പർശിക്കും. അപ്പൊ അത്രയും പിന്നെ പ്രയാസമുള്ളൊരു കാലഘട്ടം വരിക തന്നെ ചെയ്യുന്നതാണ്. ഭക്ഷിക്കാതിരുന്നാൽ പോലും അതിന്റെ പൊടിപടലങ്ങളെ അവർ സ്പർശിക്കുന്ന രൂപത്തിൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിൽ പലിശ വരുന്നുണ്ട്. ചില ആളുകളൊക്കെ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ബാങ്കിൽ 2 ലക്ഷം 3 ലക്ഷം ഇടുകയാണ്. എന്നിട്ട് അവന്റെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്നത്, അവളുടെ പിന്നെ പഠനത്തിന്റെ ഫീസ് കൊടുക്കുന്നത് അതിൽ കിട്ടുന്ന പലിശയോടാണ്. നമ്മൾ ആലോചിച്ചൊക്കെ, അതിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ജോലി, അതിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ശരീരം, അതിലൂടെ നമ്മൾ ഉണ്ടാക്കപ്പെടുന്ന നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ കഴിയുന്നതാണോ എന്നത് നമ്മൾ വളരെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പലിശയുടെ ഒരു മാർഗം, ഒരു വഴിയിൽ നമ്മൾ പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി നമുക്ക് സാധിക്കണം. ഇതേപോലെ തന്നെ നമ്മുടെ നാടുകൾ കണ്ടുവരുന്നതാണ്, ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ ചെന്നുകൊണ്ട് സഹോദരിമാർ എന്ത് കൊണ്ട് തുടങ്ങും, അല്ലെ? എന്നിട്ട് മാസാമാസം അവിടെ പൈസ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് കുറച്ചായി കഴിഞ്ഞാൽ ആ പൈസക്ക് അവർ സ്വർണം വാങ്ങുന്നു. ഇതൊരിക്കലും ഇസ്ലാം അനുവദിച്ചതല്ല. ഇസ്ലാം അനുവദിച്ചതല്ല. കാരണം എന്താണ്? സ്വർണം വാങ്ങേണ്ടത് ഞാൻ പറഞ്ഞു ഓൺ ദ സ്പോട്ടിലാണ്. യദംബി യദാൻ, കൈമാറ്റം അപ്പോൾ തന്നെ നടക്കേണ്ടതുണ്ട്. ഇത് വർഷങ്ങളോളം മാസങ്ങളോളം നീട്ടിവെച്ച് പിന്നെ സ്വർണ്ണത്തിന്റെ പലിശ അവിടെ കടന്നു വരുന്നുണ്ട്, കാലതാമസത്തിന്റെ പലിശ. അതേപോലെ തന്നെ ഓൺ ദ സ്പോട്ടിൽ കാര്യം നടക്കണില്ല. അപ്പൊ ഇങ്ങനെ ഓരോ വിഷയം എന്താണെന്ന് വെച്ചാൽ, വാഹനം വാങ്ങുന്നിടത്ത് ഇതേപോലെ 2 ലക്ഷത്തിന്റെ പിന്നെ തുക പറഞ്ഞ വാഹനം, അല്ലെങ്കിൽ തുക പറഞ്ഞ വാഹനം, അത് അവസാനം കൊടുത്തെന്തായി, അത് 0 ഡൗൺ പേയ്മെന്റിൽ വിട്ടു സാധനം എത്തി. പക്ഷെ അതിനപ്പുറത്തൊരു പലിശ ഉണ്ട് എന്നത് ആളുകൾ ചിന്തിച്ചില്ല. അതുകൊണ്ട് ഈ ദുനിയാവ് എന്നത് നമുക്ക് ചിലപ്പോൾ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ പിന്നെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടുത്തെ സുഖങ്ങളെക്കാൾ പരലോകത്തെ സുഖത്തെയും പരലോകത്തിന്റെ എല്ലാ നന്മകളെയുമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്.
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ പ്രീതി കൊതിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ പ്രിയപ്പെട്ടവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിലൊരു ഹൈറ്, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം, നമ്മുടെ പ്രാർത്ഥനകൾക്കൊരു ഉത്തരം അത് കൃത്യമായി നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ മാർഗത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ നിലനിൽക്കേണ്ടത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ പലിശയുടെ പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണമെന്നത് ചർച്ചയാണ്, അല്ലെ? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അത് പലിശ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതും പലിശയെ പ്രോത്സാഹിപ്പിക്കലാണ്. പല ആളുകൾ നമ്മളോട് ചെന്ന് ചോദിക്കും, പലിശയുടെ വല്ല പൈസ ഉണ്ട്, ഞങ്ങളെ പലിശ വീട്ടാനാണ് എന്നത്. യഥാർത്ഥത്തിൽ നിർബന്ധ സാഹചര്യങ്ങൾ കൊണ്ട്, ഇപ്പൊ മരണം ഭയക്കുക, ഇപ്പോൾ പെട്ടെന്നൊരു ഉമ്മാക്കൊരു രോഗം വന്ന് ആരടുത്തും പൈസ പോയി കടം ചോദിച്ചിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ വീടിന്റെ ജപ്തിയാണ്, ആരടുത്തും പൈസ ചോദിച്ചിട്ട് കിട്ടിയില്ല, അവസാനം എന്ത് ചെയ്യാണ്, അങ്ങനെ വാങ്ങേണ്ടി വന്നു. അങ്ങനെ നിർബന്ധ സാഹചര്യങ്ങൾക്ക് വാങ്ങിയ പലിശയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നമുക്കത് കൊടുക്കാവുന്നതാണ്. മനസ്സിലാവുണ്ടോ? രണ്ടാമത്തത് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, പൊതു നന്മകൾക്ക് വേണ്ടി കൊടുക്കുക. അത് നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഉപകാരം കിട്ടുന്നതാകരുത്. നമ്മുടെ വീട്ടിലെ റോഡ് നേരാക്കാനല്ല, എന്നാൽ ഒരു പഞ്ചായത്തിന്റെ റോഡ് നേരാക്കാൻ, അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ, ഒരു കിണർ കുത്താൻ, എനിക്ക് വെള്ളം കിട്ടാനുള്ള കിണറല്ല, അല്ലെങ്കിൽ എനിക്ക് സഞ്ചരിക്കാനുള്ള വഴിയല്ല. അതല്ലാതെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാം. അതല്ലെങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അത് സാധുക്കളായ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ്. ആ മനുഷ്യനത് സ്വതക്കയാണ് എന്ന് തോന്നാത്ത രൂപത്തിൽ, അതേപോലെ തന്നെ ആരും അറിയാത്ത രൂപത്തിലായിരിക്കണം അത് കൊടുക്കേണ്ടതെന്നൊക്കെ വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലുള്ളത് എന്താണോ അത് നമ്മൾ കൃത്യമായി ഒഴിവാക്കേണ്ടതുണ്ട്. ആ ഒഴിവാക്കൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉപകാരം കിട്ടുന്ന രൂപത്തിലാകരുത് എന്നുകൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഇവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചില ആൾക്ക് നിസ്കാരം ഉണ്ടാകും, നോമ്പുണ്ടാകും, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. എന്നാൽ ഇടപാടുകളിൽ യഥാർത്ഥത്തിൽ പലിശയുടെ വലിയ വിപത്ത് വന്നത് ആ മനുഷ്യൻ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല, അവർ തന്നെ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കാര്യത്തെ നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് വിട്ടു നിൽക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം. പലിശയിലൂടെ കിട്ടുന്ന ഒന്നും നമുക്ക് വേണ്ട, അത് കൊടുക്കുന്ന ഒരു രംഗത്തേക്കും നമ്മളില്ല. അതിനൊരു ജോലിയാണ് എനിക്കുള്ളത്, ആ ജോലിയാണെങ്കിൽ ആ ജോലി നമ്മൾ ഒഴിവാക്കൽ വലിയൊരു ധർമ്മസമരമാണ്. മനസ്സിലാവുണ്ടോ? ആ ജോലി നമ്മൾ ഒഴിവാക്കുകയാണ്, അതിന്റെ മുതൽ നമ്മൾ ഒഴിവാക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ വീടിന്റെ ചുമര് ചിലപ്പോൾ ഒന്ന് പലിശയിലായിരിക്കും, നമ്മൾ ധരിച്ച വസ്ത്രം അത് പലിശയിലായിരിക്കും, നമ്മുടെ വീടിന്റെ കാർപോർച്ചിൽ കിടക്കുന്ന ആ വാഹനം അത് പലിശയിലായിരിക്കും. എന്തിനധികം നമ്മൾ ചിലപ്പോൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ വരെ പലിശക്ക് വാങ്ങിയതായിരിക്കും, അല്ലെ? അത്രത്തോളം മനുഷ്യരുമായി അത് ഞാൻ സ്വയം പറഞ്ഞ പോലെ അതിന്റെ പൊടിപടലങ്ങൾ അത് തട്ടാത്ത ആരുമില്ല എന്നുള്ളതാണ്.